بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل وسلم على نبيك محمد وعلى آله وأصحابه أجمعين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ബഖറയുടെ തഫ്സീറിൽ 83 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണമാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. ശേഷമുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: വഇദ് അഖദ്നാ മീസാഖക്കും ലാ തസ്ഫികൂന ദിമാഅക്കും വലാ തുഖ്രിജൂന അൻഫുസക്കും മിൻ ദിയാരിക്കും ثم أقررتم وأنتم تشهدون. വഇദ് അഖദ്നാ മീസാഖക്കും, വഇദ് അഖദ്നാ നാം സ്വീകരിച്ച സന്ദർഭം, മീസാഖക്കും നിങ്ങളുടെ കരാറുകൾ, ലാ തസ്ഫികൂന ദിമാഅക്കും നിങ്ങളുടെ രക്തം ചിന്തുകയില്ല എന്ന്. ദിമാ എന്ന് പറഞ്ഞാൽ ദമുൻ എന്ന വാക്കിൻ്റെ ബഹുവചനമാണ്. എന്താണ് ദം? രക്തം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദ വഫി ഷഹരിക്കും ഹാദ വഫി ബലദിക്കും ഹാദ. നിങ്ങളുടെ രക്തവും സമ്പത്തും അഭിമാനവും ഹറാമുൻ അലൈക്കും, പവിത്രമായ, നിങ്ങൾക്കുമേൽ ഒരിക്കലും ചിന്താൻ പാടില്ലാത്ത ഹറാമായ കാര്യമാണ്. ഈ ദിവസത്തിൻ്റെ പവിത്രത പോലെ, ഈ മാസത്തിൻ്റെ ഹുർമത്ത് പോലെ, ഈ നാട്ടിൻ്റെ ഹുർമത്ത് പവിത്രത പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ 10 യൗമുൻ നഹറിന് പറഞ്ഞതാണ്. യൗമുൻ നഹർ അഥവാ ബലിപെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് യൗമുൻ നഹറാണ്. അപ്പോൾ നോക്കൂ, ദിമാ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദിമാ അക്കും എന്നാൽ നിങ്ങളുടെ രക്തം. മലയാളത്തിൽ പൊതുവെ നമ്മൾ രക്തം എന്നത് ബഹുവചനമായി രക്തങ്ങൾ എന്ന് പറയാറില്ല. എന്നാൽ അറബിയിൽ ദം എന്നതിന് ബഹുവചനമുണ്ട്, ദിമാ. ഇതുപോലെ വെള്ളം, മാ ഉൻ, അതിന് മിയാഹ് എന്നൊരു ബഹുവചനം അറബിയിൽ കാണാം. പക്ഷെ നമ്മുടെ ഭാഷയിൽ നമ്മൾ എന്ത് പറയാറില്ല? വെള്ളത്തിന് ബഹുവചനം പറയാറില്ല, വെള്ളം എന്നേ പറയാറുള്ളൂ, ഇത്ര വെള്ളം ഉണ്ടെങ്കിലും. അതുപോലെ തന്നെയാണ് രക്തവും. അറബി ഭാഷയിൽ അതിന് ബഹുവചനമുണ്ട്, അതാണ് ദിമാ ഉൻ. ദമുൻ എന്ന വാക്കിൻ്റെ ബഹുവചനമാണത്. ദമുൻ എന്നതിൻ്റെ ജമഅാണ് ദിമാ. ലാ തസ്ഫികൂന ദിമാഅക്കും, നിങ്ങൾ പരസ്പരം രക്തം ചിന്തുകയില്ല എന്ന് അള്ളാഹു നിങ്ങളോട് കരാർ വാങ്ങിയ സന്ദർഭം. വലാ തുഖ്രിജൂന അൻഫുസക്കും, നിങ്ങളെ പുറത്താക്കുകയില്ല എന്നും. മിൻ ദിയാരിക്കും, നിങ്ങളുടെ നാട്ടിൽ നിന്ന്. ദാർ എന്ന് പറഞ്ഞാൽ വീട്, അതിൻ്റെ ബഹുവചനമാണ് ദിയാർ. പക്ഷെ അത് നാട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. കേവലം വീട് എന്നല്ല, മറിച്ച് വീടുകൾ ഉൾക്കൊള്ളുന്ന സ്ഥലം. നാട്ടിൽ നിന്ന് പുറത്താക്കുകയില്ല എന്നും. സുമ്മ അഖ്റർതും, പിന്നെ നിങ്ങളത് സമ്മതിച്ചു. അൻതും തശ്ഹദൂൻ, നിങ്ങളതിന് സാക്ഷികളായിരുന്നു. അഥവാ ഈ കരാർ നിങ്ങളുടെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ആർക്കും അറിയാത്തൊരു കരാറല്ല, മറിച്ച് നിങ്ങൾക്ക് അത്രയും അറിയുന്ന, നിങ്ങളതിന് സാക്ഷികളാണ് എന്ന നിലക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കരാറാണ്. അള്ളാഹു നിങ്ങളോട് കരാർ വാങ്ങിയ തൗറാത്തിൽ വന്നിട്ടുള്ള കാര്യമാണ്. പരസ്പരം രക്തം ചിന്തുകയില്ല, അതുപോലെ നിങ്ങളെ തന്നെ നാടുകളിൽ നിന്ന് പുറത്താക്കുകയില്ല എന്ന്. നോക്കൂ, ഇസ്രായേലരോട് അള്ളാഹു റബ്ബുൽ ആലമീൻ വാങ്ങിയ കരാർ തൊട്ടുമുമ്പുള്ള ആയത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതാണ്. അതായത് അള്ളാഹു എല്ലാ ഉമ്മത്തിനോടും വാങ്ങിയ കരാറുകളിൽ, എല്ലാ ഉമ്മത്തിനും അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങളിൽ പെട്ടതാണ് അള്ളാഹിനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ, മാതാപിതാക്കളോട് നന്മ ചെയ്യുക, അതുപോലെ ബന്ധുക്കൾക്കും യതീമുകൾക്കും സാധുക്കൾക്കും
നന്മ ചെയ്യുക, ജനങ്ങളോട് നല്ലത് പറയുക, നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് നൽകുക തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ അള്ളാഹു ഇസ്രായേലരോട് കരാർ വാങ്ങിയതാണ് പരസ്പരം രക്തം ചിന്തുകയില്ല, പരസ്പരം നാടുകളിൽ നിന്ന് ആളുകളെ പുറത്താക്കുകയില്ല എന്നത്. സഫ്കുദ്ദം, രക്തം ചിന്തുക എന്നത് ഏറ്റവും ഗുരുതരമായ തിന്മകളിൽ ഒന്നാണ്. അതിൻ്റെ ഏറ്റവും മോശമായ രൂപമാണ് കൊലപാതകം എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് കഴിഞ്ഞ് പിന്നീട് പാപങ്ങളിൽ തൊട്ടുടനെ പഠിപ്പിച്ചത് കൊലപാതകത്തെക്കുറിച്ചാണ്. അല്ലാഹു ഇബാദുർ റഹ്മാനിൻ്റെ അവൻ്റെ ശ്രേഷ്ഠരായ അടിമകളുടെ വിശേഷണമായി പറഞ്ഞു, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അവർ അള്ളാഹുവോടൊപ്പം മറ്റൊരു ഇലാഹിനെ വിളിച്ചു തേടാത്തവരാണ്. വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ, അള്ളാഹു പവിത്രമാക്കിയ ഒരു ജീവനെ അന്യായമായി ഹനിക്കാത്തവരാണവർ. വലാ യസ്നൂൻ, വ്യഭിചരിക്കാത്തവരാണവർ. ശിർക്ക്, കൊലപാതകം, വ്യഭിചാരം. അള്ളാഹു സൂറത്തു അൽ ഫുർഖാനിലെ ഞാനിപ്പോൾ ഓതിയ ആയത്തിൽ തൊട്ടടുത്തടുത്ത ആയി പറഞ്ഞ 3 തിന്മകളാണ് ശിർക്കും അതുപോലെ കൊലപാതകവും വ്യഭിചാരവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്കിത് 3 കാണാം. നബിയോട് അയ്യു ദംബി അളം, ഏതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് ചോദിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അള്ളാഹുവാണ് നിന്നെ പടച്ചതെന്നിരിക്കെ നീ അവന് സമന്മാരെ സങ്കല്പിക്കലാണ്. രണ്ടാമത്തേത് വൻ തഖ്തുല വലദക മഖാഫത യഅകുല മഅക്, നിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കും എന്ന് പേടിച്ച്, അഥവാ നിൻ്റെ റിസ്കിൽ കൈകടത്തും, ദാരിദ്ര്യമുണ്ടാകും എന്ന് പേടിച്ച് നിൻ്റെ കുഞ്ഞിനെ കൊലപ്പെടുത്താനാണ്. മൂന്നാമത്തെ വൻ തുസാനിയ ഹലീലത ജാരിക്, നിൻ്റെ അയൽവാസിയുടെ ഭാര്യയുമായി വ്യഭിചരിക്കാനാണ്. ശിർക്കും കൊലപാതകവും വ്യഭിചാരവും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അടുത്തടുത്തായി ഏതു തിന്മയാണ് ഏറ്റവും വലുത്, പിന്നെ ഏതാണ് ഏറ്റവും വലുത്, പിന്നെ ഏതാണ് ഏറ്റവും വലുത് എന്നതിന് ഉത്തരമായി പറഞ്ഞിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, വളരെ വളരെ ഗുരുതരമായ തിന്മകളാണ് ഇത്. അതിൽ നോക്കൂ, ആദ്യം പറഞ്ഞത് ശിർക്ക് കഴിഞ്ഞ് പറഞ്ഞത് രക്തം ചിന്തുക എന്നതാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിൻ തൻ്റെ ദീനിൽ ഫുസ്ഹത്തിലായിരിക്കും, തൻ്റെ ദീനിൽ അവൻ വിശാലതയിലായിരിക്കും, മാലം യസ്ഫിക് ദമൻ ഹറാമൻ, ഒരു പവിത്രമായ രക്തം ചിന്താത്തിടത്തോളം. കൊലപാതകം ഒരാൾ ചെയ്യാത്തിടത്തോളം അവൻ അവൻ്റെ ദീനിൽ വിശാലതയിലാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഒരാൾ തൻ്റെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ടേയിരിക്കും. ഒരു മുസ്ലിം തൻ്റെ തല ഉയർത്തിപ്പിടിച്ച അവസ്ഥയിലാണ് അവൻ രക്തം ചിന്താത്തിടത്തോളം, കൊലപാതകം നടത്താത്തിടത്തോളം. അതുകൊണ്ട് എന്തെല്ലാം പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിലും കൊലപാതകം എന്ന തിന്മയിൽ ഒരാൾ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ അവന് ആശ്വസിക്കാൻ വകയുണ്ട്. രക്തം ചിന്തിയാൽ അവൻ പിന്നെ ഇടുക്കത്തിലേക്ക്, കുടുസായ അവസ്ഥയിലേക്ക് മാറും. അത്രയും ഗുരുതരമായ തിന്മയാണ് അത്. അതുകൊണ്ട് ആ തിന്മയിൽ കൈവീണു പോയിട്ടില്ലേ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കുക. അതുകൊണ്ടാണ് ഈ ദീനിൽ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന എല്ലാവിധത്തിലുള്ള തിന്മകളെയും വിലക്കിയത്. വിദ്വേഷമുണ്ടാക്കുന്ന തിന്മകളെ ഈ ദീൻ വിലക്കാനുള്ള കാരണം എന്താണ്? അത് ചെന്നെത്തുക എന്തിലേക്കാണ്? കൊലപാതകത്തിലേക്കാണ്. പക്ഷെ സുബ്ഹാനല്ലാഹ്, ഈ കാലം അത് രക്തം ചിന്തുക, കൊല ചെയ്യുക എന്ന തിന്മയെ വളരെ നിസാരമായി ജനങ്ങൾ കാണുന്ന അവസ്ഥയിൽ എത്തിയ കാലമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ പ്രചരിച്ചിട്ടുള്ള സിനിമകളും അതുപോലുള്ള കാര്യങ്ങളും ആളുകളെ എത്തിച്ചിട്ടുള്ളത് ഇങ്ങനൊരു ചിന്താഗതിയിലേക്കാണ്. കാരണം ജനങ്ങളെ വെടിവെച്ചു കൊല്ലുന്ന, ഒരു തോക്കെടുത്ത് കയ്യിൽ പിടിച്ച് തൻ്റെ മുന്നിലുള്ളവരൊക്കെയും ഒറ്റയടിക്ക് കൊന്ന് അവരുടെ കബന്ധങ്ങൾക്ക് മുകളിൽ അവരുടെ രക്തത്തിൽ ചവിട്ടി നടന്നു പോകുന്ന ഒരാളെ ഹീറോ ആയി ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് സിനിമകൾ. അതാണ് ആളുകളുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ചിത്രം എന്ന് പറയുന്നത്. വളരെ നിസ്സാരമായ കാര്യത്തിന് ആളുകളെ കൊന്നുകളയുക എന്നത് ജാഹിലിയ്യത്തിൽ ആളുകൾ ചെയ്തിരുന്നതാണിത്. നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ ഒരു ഗോത്രത്തിലെ ഒട്ടകം മറ്റൊരു ഗോത്രത്തിലെ കൃഷിയിടത്തിൽ പോയി അവിടെ കേടുവരുത്തിയതിന് കാലങ്ങൾ യുദ്ധം ചെയ്ത ആളുകൾ. യുദ്ധം കൊണ്ടായിരുന്നു, യുദ്ധം അവരുടെ ഒരു പ്രധാനപ്പെട്ട രീതി ആയതുകൊണ്ടാണ് ജാഹിലിയത്തിൽ പല ഗോത്രങ്ങളും പെൺമക്കൾ ജനിക്കുന്നത് മോശമായി കണ്ടത്. കാരണം യുദ്ധം വന്നാൽ ഇവരൊരു ഭാരമായി തീരും, ഇവരെ കൊണ്ട് യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല. അതുപോലെ ഇവരെ യുദ്ധത്തിൽ ബന്ദികളായി പിടിച്ചുകൊണ്ടുപോകും. ഇത് കബീലക്ക്
ഗോത്രത്തിന് പേരുദോഷമാണ്, നാണക്കേടാണ്. അതുകൊണ്ട് അവർക്ക് പെൺമക്കൾ ജനിക്കുന്നത് ആറായി, അത് അപമാനമായി അവർ കണ്ടു. അതാണ് അള്ളാഹു പറഞ്ഞത്, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ ظل وجهه مسودا وهو كظيم. അവന് പെൺകുഞ്ഞ് ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവൻ്റെ മുഖമത കറുത്തിരുണ്ടു പോകുന്നു, അവൻ പ്രയാസം അടക്കിപ്പിടിക്കുന്നു. യച്ചവാറ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹൂനിൻ അം യദുസുഹു ഫിത്തുറാബ് അലാ സാഅ മാ യഹ്കുമൂൻ. അവൻ ആളുകളിൽ നിന്ന് ഉൾവലിയുന്നു, ആളുകളെ കാണാതെ നടക്കാൻ ശ്രമിക്കുന്നു. ഈ കുഞ്ഞിനെ കൊന്നുകളയണോ, ജീവനോടെ മണ്ണിൽ താഴ്ത്തണോ, അതല്ല അപമാനം സഹിച്ച് വളർത്തണോ എന്നവൻ ചിന്തിക്കുകയാണ്. എന്താണ് കാരണം? ഈ കുഞ്ഞിനെ അതുകൊണ്ടാണ് അവർ ഭാരമായി കണ്ടത്. അവർ യുദ്ധം അവരുടെ പ്രധാനപ്പെട്ട ഒരു കബീലയിൽ ഇടയ്ക്കിടെ സംഭവിക്കുന്ന കാര്യമാണ്. കബീലകൾ തമ്മിൽ, ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ. ഒരു കൃത്യമായ നേതൃത്വമോ മറ്റോ ഒന്നുമില്ല, മറിച്ച് കേവലം ഗോത്രങ്ങളുടെ കുടിപ്പകയുടെ പേരിൽ യുദ്ധം. അതാണ് ജാഹിലിയത്ത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ മാത വലൈസ അലാ ഉനുഖിഹി ബൈഅ മാത മീതതൻ ജാഹിലിയ്യ. ഒരാൾ ഒരു ബൈഅത്ത് തൻ്റെ ചുമലിലില്ലാതെ ഒരു മുസ്ലിം ഭരണാധികാരിയുടെ കീഴിൽ ജീവിക്കുമ്പോൾ ഒരാൾ അത് ഒഴിവാക്കിപ്പോയാൽ, തൻ്റെ ഭരണാധികാരിക്കുള്ള അനുസരണ പ്രതിജ്ഞ ഒഴിവാക്കിപ്പോയാൽ അവൻ മരിക്കുക. മാത മീതതൻ ജാഹിലിയ്യ, ജാഹിലിയത്തിൻ്റെ മരണമാണ്. കാരണം ജാഹിലിയത്തിലെ രീതി ഇതായിരുന്നു, ഒരു നേതൃത്വമോ ഒരു ഭരണക്രമമോ ഒന്നുമില്ല. ഗോത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ തീരുമാനിക്കും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുടിപ്പകകൾ കൊണ്ട് നടക്കും, എന്നിട്ട് കൊലപാതകങ്ങൾ നടത്തും. ഇത് വളരെ വ്യാപകമായിരുന്നു പഴയ കാലത്ത്. ആ അവസ്ഥയിലേക്ക് സുബ്ഹാനല്ലാഹ് നിയമവ്യവസ്ഥകളും ഒക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന നാടുകളിൽ നടക്കുന്നു. കൊലപാതകം വളരെ വളരെ നിസ്സാരമായി തീർന്നിരിക്കുന്നു. കൊലപാതകം വളരെ നിസ്സാരമായി തീർക്കും. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ. അഥവാ ആളുകളുടെ രക്തം ചിന്തുക നിസ്സാരമായി പഠിപ്പിക്കുന്ന ഫിലിമുകൾ, അതുപോലെ അത്തരം ഗെയിമുകൾ, ഇതൊക്കെ കുട്ടികൾ കാണുന്നത് വളരെ ശ്രദ്ധിക്കണം. അക്രമങ്ങൾ കണ്ട് അതിനോട് മനസ്സിൽ ഒരു നിസ്സാരഭാവം ഉണ്ടാവുക വളരെ മോശം കാര്യമാണ്. ആളുകളെ മർദ്ദിച്ചൊതുക്കുന്നതും ആളുകളെ ഇടിക്കുന്നതും ഒക്കെ ഹീറോയിസമായി കുട്ടികൾ കാണുന്നത്, പുതിയ തലമുറ കാണുക എന്നത് വളരെ അപകടമാണ്. ഒരു മനുഷ്യനോട് ചെയ്യുന്ന ദുൽമാണ്, അതിക്രമമാണ് ഇത് എന്നല്ല ആളുകൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ നേരിടേണ്ടതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് തെറ്റുകളെ നേരിടേണ്ടത് എന്നാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ല, മറിച്ച് തെറ്റുകൾ ഉപദേശത്തിൽ ഒതുക്കേണ്ട തെറ്റുകളുണ്ടാവും, ഒരു എതിർപ്പിൽ ഒതുക്കേണ്ട തെറ്റുകളുണ്ടാവും. അതുപോലെ ഭരണവും അധികാരവും ഉള്ളിടത്ത് പോയി പരാതി പറയേണ്ട തെറ്റുകളുണ്ടാവും. പക്ഷെ അതെല്ലാം, ആ വഴികളെല്ലാം മറികടന്ന് എന്ത് ഒരു അബദ്ധം ഒരാൾ നേരിട്ടാൽ, ഒരു അനീതി നേരിട്ടാൽ ഉടനെ തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ വാളെടുത്ത് വെട്ടിക്കൊല്ലുക, അവനെ കായികമായി നേരിടുക, ഇതാണ് പരിഹാരം എന്നത് നമ്മൾ കുട്ടികൾ പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെ അപകടമാണ്. വളരെ വളരെ അപകടമാണ്. വളരെ ശ്രദ്ധിക്കണം. രക്തത്തിനും ജനങ്ങളുടെ അഭിമാനത്തിനും അതുപോലെ സമ്പത്തിനും ഹുർമത്തുണ്ട്, പവിത്രമാണതെല്ലാം എന്ന് കുട്ടികൾ പുതിയ തലമുറ പഠിക്കണം. അല്ലെങ്കിൽ അവർ ജനങ്ങളുടെ രക്തത്തിനൊരു ഒരു വിലയും കൊടുക്കില്ല, അഭിമാനത്തിന് യാതൊരു വിലയും കൊടുക്കില്ല. പഴയ കാലത്ത് ഒരാളുടെ അഭിമാനം നമ്മൾ വ്രണപ്പെടുത്തുന്ന എന്തെങ്കിലും വാക്കോ മറ്റോ നമ്മൾ പറഞ്ഞാൽ അത് ചിലപ്പോൾ 1-2 ആളുകൾ കേട്ടിട്ടുണ്ടാവും. വളരെ എളുപ്പത്തിൽ നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന പരിക്കും പരിഹരിക്കാൻ പറ്റും. ഇന്ന് സുബ്ഹാനല്ലാഹ് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഒരാൾ തൻ്റെ ഫോണെടുത്ത് ക്യാമറ ഓണാക്കി, അല്ലെങ്കിൽ അതിൽ ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന സംവിധാനം ഓൺ ചെയ്ത് മറ്റൊരാളുടെ അഭിമാനം ചിന്തിയാൽ, എന്നിട്ടത് പുറത്തേക്ക് വിട്ടുകൊടുത്താൽ, അങ്ങ് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് വിട്ടു, ഈ ഒരു ബട്ടൺ അമർത്തിയ ഈ മനുഷ്യൻ വിചാരിച്ചാൽ ഇവൻ എത്ര ശ്രമിച്ചാലും പിന്നെ അത് പരിഹരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പോയത് പോയി, കയ്യിൽ നിന്ന് പോയാൽ പോയിരിക്കുന്നു. ചിലപ്പോൾ 40-50 വർഷം കഴിഞ്ഞ് ഇവൻ തന്നെ ഇത് കാണുമ്പോൾ ഇവന് ഖേദം തോന്നും. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പരിഹാരമില്ലാത്ത ദുൽമുകൾ, അതിക്രമങ്ങൾ ആളുകളോട് ചെയ്തു കഴിഞ്ഞിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കുക. ആളുകളുടെ അഭിമാനത്തിൻ്റെ വില അള്ളാഹുവിങ്കിൽ അത് ഹറാമാണ് എന്ന് നമ്മൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടികളെ പ്രത്യേകിച്ച് പഠിപ്പിക്കണം. അതിൽ ഏറ്റവും ഗുരുതരമായതാണ് ജനങ്ങളുടെ രക്തം ചിന്തുക എന്ന്. സഫ്കുദ്ദം,
വളരെ ഗുരുതരമാണ്. സഫ്കുദ്ദം എന്ന് പറഞ്ഞാൽ കൊലപാതകമാണ് അതിൽ ആദ്യം ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ താഴെയുള്ള അക്രമങ്ങൾ അതിൻ്റെ താഴെയാണ് വരുന്നത്. കൊലപാതകം അതിൽ ഏറ്റവും വലുതാണ്. അതാണ് ഇവിടെ ഉദ്ദേശം. അള്ളാഹു ഇസ്രായേലരോട് കരാർ വാങ്ങി, നിങ്ങളുടെ രക്തം ചിന്തരുത്, നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കരുത് എന്നാണ് പറഞ്ഞത്. എന്താണ് നിങ്ങളെ എന്ന് പറയാനുള്ള കാരണം? സുബ്ഹാനല്ലാഹ്, പണ്ഡിതന്മാർ പറഞ്ഞു, കാരണം അവർ ഒരു ഉമ്മത്താണ്. ഒരു ഉമ്മത്ത് ഒരു ശരീരം പോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിച്ച ഹദീസുള്ളതുപോലെ മസലുൽ മുഅ്മിനീന ഫി തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദ് അൽ വാഹിദ് ഇദാ ഇശ്തകാ മിൻഹു ഉദ്വുൻ തദാഅ ലഹു സായിറുൽ ജസദ് ബിസ്സഹരി വൽ ഹുമ്മ. മുഅ്മിനീങ്ങൾ അവർ തമ്മിലുള്ള സ്നേഹത്തിലും അവർ തമ്മിലുള്ള അനുകമ്പയിലും കാരുണ്യത്തിലും ഒരു ശരീരം പോലെയാണ്. അതിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് പ്രയാസമുണ്ടായാൽ ബാക്കി ശരീരഭാഗങ്ങൾ അതിനോട് പ്രതികരിക്കും. പനി ബാധിച്ചുകൊണ്ട്, അതുപോലെ ഉറക്കമിളച്ചുകൊണ്ട്, ഒറ്റവും ഒരു ശരീരം പോലെയാണ് ഒരു ഉമ്മത്ത്. ഇവിടെ അള്ളാഹു പറഞ്ഞത് നോക്കൂ, നിങ്ങളെ കൊലപ്പെടുത്തരുത്, നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കരുത് എന്ന് നാം നിങ്ങളോട് കരാർ വാങ്ങിയ സന്ദർഭം. ഇസ്രായേലരോട് യഹൂദികളോട് അള്ളാഹു തൗറാത്തിൽ അവരോട് നൽകിയ കൽപ്പനയാണ്, അവരോട് വാങ്ങിയ കരാറാണ്. സുമ്മ അഖറർതും, പിന്നെ നിങ്ങളത് അംഗീകരിച്ചു, അൻതും തഷ്ഹദൂൻ, നിങ്ങളതിന് സാക്ഷികളുമായിരുന്നു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് തൗറാത്തിലുണ്ട് എന്നത്, അള്ളാഹു അവരോട് കരാർ വാങ്ങി എന്നത് അവരിലെ തലമുറകൾക്ക് അറിയാവുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയിൽ ജീവിച്ചിരുന്ന യഹൂദികൾക്കറിയാം ഇങ്ങനെ ഒരു കരാർ അള്ളാഹു അവരോട് വാങ്ങിയിട്ടുണ്ട്. അത് അവർക്കറിയാത്തൊരു കാര്യമല്ല. എന്നിട്ട് അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അതാണ് അള്ളാഹു അടുത്ത ആയത്തിൽ പറഞ്ഞത്, ثُمَّ أَنْتُمْ هَؤُلَاءِ تَقْتُلُونَ أَنفُسَكُمْ وَتُخْرِجُونَ فَرِيقًا مِنْكُمْ مِنْ دِيَارِهِمْ تَظَاهَرُونَ عَلَيْهِمْ بِالْإِثْمِ وَالْعُدْوَانِ ثُمَّ أَنْتُمْ, പിന്നെ നിങ്ങൾ, هَؤُلَاءِ, ഇതാ നിങ്ങൾ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? മുമ്പുള്ള ആയത്തുകൾ നമ്മൾ നോക്കിയാൽ കാണാം, ഇസ്രായേല്യർ പണ്ട് ചെയ്ത അതിക്രമങ്ങൾ അള്ളാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തി. അവർ പശുക്കുട്ടി ആരാധിച്ചത്, അതുപോലെ മൂസ അലൈഹിസ്സലാമിനോട് അവർ പറഞ്ഞ ധിക്കാരങ്ങൾ, അള്ളാഹുവിനെ കാണിച്ചു തരണമെന്ന് പറഞ്ഞത്, അള്ളാഹു നൽകിയ മന്നയും സൽവയും പോരാ എന്ന് പറഞ്ഞത്, ഇങ്ങനെയുള്ള അവരുടെ ധിക്കാരപരമായ പ്രവർത്തനങ്ങൾ പഴയ കാലത്ത് സംഭവിച്ചത്. എന്നാൽ ഈ പറഞ്ഞത് നോക്ക്, ഇതിൽ സുമ്മ അൻതും ഹൗലായി, ഇതാ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ കാരണം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയിൽ ജീവിച്ചിരുന്ന യഹൂദികൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഈ പറയുന്നത്. എന്താണത്? തഖ്തുലൂന അൻഫുസകും, നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുന്നു. വതുഖ്രിജൂന ഫരീഖൻ മിൻകും മിൻ ദിയാരിഹിം, വതുഖ്രിജൂന, നിങ്ങൾ പുറത്താക്കുന്നു, ഫരീഖൻ മിൻകും, നിങ്ങളിലൊരു വിഭാഗത്തെ, മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്ന്, നാടുകളിൽ നിന്ന്, തദാഹറൂന അലൈഹിം, അവർക്കെതിരിൽ നിങ്ങൾ പരസ്പരം സഹായിക്കുന്നു, ബിൽ ഇസ്മി വൽ ഉദ്വാൻ, പാപം കൊണ്ട്, വൽ ഉദ്വാൻ, ശത്രുത മുഖേന നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൂട്ടർക്കെതിരിൽ മറ്റൊരു കൂട്ടർ സഹകരിക്കുന്നു. എന്താണ് ഈ സംഭവം? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ മദീനയിൽ യഹൂദികൾ 3 ഗോത്രക്കാരാണ്. ബനു നദീർ, ബനു ഖുറൈദ, ബനു ഖൈനുഖാ, ഈ 3 ഗോത്രങ്ങൾ. അറബികൾ 2 ഗോത്രങ്ങളാണ്, ഔസും ഖസറജും. ഇതിൽ ഔസ് ഗോത്രത്തിൻ്റെ കൂടെയായിരുന്നു ബനു ഖുറൈദ. ബനു ഖുറൈദ എന്ന യഹൂദ ഗോത്രം അറബികളിൽ ഔസ് ഗോത്രക്കാരുടെ ഹലീഫുകളായിരുന്നു, അവരുടെ കൂട്ടുകക്ഷിയായിരുന്നു ബനു ഖുറൈദ. ഔസ് ഗോത്രത്തിൻ്റെ കൂട്ടുകക്ഷിയായിരുന്നു ബനു ഖുറൈദ. എന്നാൽ ബനു ഖൈനുഖാവും അതുപോലെ ബനു നദീറും ഖസറജ് ഗോത്രക്കാരുടെ ഹലീഫുകളായിരുന്നു, അവരുടെ സഖ്യകക്ഷികളായിരുന്നു. ഈ ഔസും ഖസറജും തമ്മിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് കൊടിയ ശത്രുക്കളായിരുന്നു. ഇത് രണ്ടും മുശ്രിക്കുകളായ ബിംബാരാധകരായ ഗോത്രങ്ങളാണ്, അറബികളാണ്, ഔസും ഖസറജും. യഹൂദികളാകട്ടെ ഈ 3 വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് ഒരു കൂട്ടർ ഔസിൻ്റെ കൂടെ, അഥവാ ബനു ഖുറൈദ, ബനു ഖൈനുഖാവും ബനു നദീറും ഖസറജ് ഗോത്രക്കാരുടെ കൂടെ, ഇവർ തമ്മിലുള്ള, ഔസും ഖസറജും തമ്മിലുള്ള ഗോത്രത്തിൽ ഇവരും പങ്കാളികളാകുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഇവർ തമ്മിലുള്ള യുദ്ധം എന്നാൽ ഇവരെ ഒന്നാകെ നശിപ്പിച്ച് കളയുന്ന രൂപത്തിലുള്ള യുദ്ധങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് കുറച്ചു മുൻപ്
അവിടെ നടന്ന യുദ്ധമായിരുന്നു ബുആസ്. ബുആസ് എന്ന് പറയുന്ന യുദ്ധം, സുദീർഘമായ യുദ്ധമായിരുന്നു അത്. ആ യുദ്ധത്തിലെ വീര കഥകളാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ പെൺകുട്ടികൾ പാടിക്കൊണ്ടിരുന്നു ബുആസിലെ അവരുടെ പൂർവ്വപിതാക്കളുടെ അവർ മുമ്പ് നടന്ന അവരുടെ വീരകഥകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ആ പെൺകുട്ടികൾ പാടി വഫീന നബിയുൻ യഅലമു മാ ഫി ഗദി, ഞങ്ങളിൽ ഉണ്ട് ഒരു നബി, യഅലമു മാ ഫി ഗദി, നാളെ നടക്കുന്നത് അറിയാവുന്നൊരു നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു അത് പാടരുത്, അതിന് മുമ്പുള്ളത് നിങ്ങൾ പാടിക്കോളൂ. അതവർ അവരുടെ കുട്ടികളും മറ്റും ഒരു ഉന്മേഷത്തിനു വേണ്ടി ചെയ്തിരുന്ന കാര്യമാണ്. അത്തരത്തിൽ കവിതയോ മറ്റോ ആലപിക്കുക എന്നത് ഒരു ഇബാദത്തോ ദീനോ ആയ ഒരു കാര്യമല്ല. അങ്ങനെ അതിനെ കാണാൻ പാടില്ല. എന്ത് പാട്ട് പാടുക, അതുപോലെ പാട്ട് കേൾക്കുക എന്നതൊരിക്കലും എന്തല്ല, ഒരു ഇബാദത്തായ സംഗതിയല്ല. അങ്ങനെ അതിനെ കാണുക എന്നത് സൂഫികളുടെ രീതിയാണ്. അവരാണ് അതിനെ എന്താക്കിയത്, പാട്ടൊരു ഇബാദത്ത്, അത് കേട്ടിട്ടുള്ള ആട്ടം ഒരു ഇബാദത്ത്. അങ്ങനെ ഒരിക്കലുമില്ല, അത് പാടില്ല. വളരെ മോശമായ കാര്യം, ബിദ്അത്താണത് എന്നാണ് വളരെ മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതേസമയം സംഗീതത്തിൻ്റെ അകമ്പടിയോ സ്ത്രീ വർണ്ണനയോ ഇല്ലാത്ത കവിതകളോ ഗാനങ്ങളോ, സംഗീതമോ അല്ലെങ്കിൽ സ്ത്രീകളുടെ വർണ്ണനയോ മോശമായ അർത്ഥമോ ഇല്ലാത്ത ഗാനങ്ങൾ അല്ലെങ്കിൽ കവിതകൾ, അത് ഒരാൾ ദുനിയാവിൻ്റെ കാര്യത്തിൽ ഒരു മടുപ്പ് തോന്നുമ്പോഴോ, ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നുമ്പോഴോ, അല്ലെങ്കിൽ ഒരു യാത്രയിലോ മറ്റൊരാൾ കേൾക്കുന്നതോ അല്ലെങ്കിൽ ഒരാൾ അത് പാടുന്നതോ തെറ്റില്ല. പക്ഷെ അത് അമിതമാക്കാൻ പാടില്ല. അത് ഖുർആനിൽ നിന്ന് ഒരാളെ വഴിതെറ്റിച്ച് കളയുന്ന കാര്യമാണ്. വല്ലപ്പോഴും അത് ആയാൽ അതിൽ തെറ്റില്ല എന്നാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. അല്ലാഹു അലം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഖന്തഖിൽ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കെ സഹാബത്ത് ചൊല്ലിയത് കാണാം. ആ പ്രയാസകരമായ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് എളുപ്പമാകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് കാണാം, കർഷകർ കൃഷി ചെയ്യുമ്പോൾ ആ ജോലി എളുപ്പമാകാൻ വേണ്ടി അവർ ചില പാട്ടുകൾ പാടും. ആ ഒരു രൂപമാണ് മനസ്സിന് ഉന്മേഷം ലഭിക്കാൻ വേണ്ടി. അതുപോലെ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് യുദ്ധത്തിനും മറ്റും വാഹനം ഓടിച്ചിരുന്ന ചിലർ, നല്ല ശബ്ദമുണ്ടായിരുന്ന ചിലർ അങ്ങനെ ചൊല്ലാറുണ്ടായിരുന്നു. ഖന്തഖ് കുഴിച്ചുകൊണ്ടിരിക്കുക സഹാബത്ത് പാടിയെന്നാണ്. എന്ത്? നഹ്നുൽ ലദീന ബായഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖീന അബദ, ഞങ്ങളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്തവർ, മരണം വരെ നബിയോടൊപ്പം പോരാടുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അതുപോലുള്ള വരിയിലൂടെ പ്രതികരിച്ചു എന്നാണ്. അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ വഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ, അല്ലാഹുവേ പരലോകത്തെ ഖൈറല്ലാതെ മറ്റൊരു ഖൈറില്ല, മുഹാജിറുകൾക്കും അൻസാറുകൾക്കും നീ പുറത്തു കൊടുക്കണമേ. അതുപോലെ വിവാഹത്തിൻ്റെ സന്ദർഭത്തിൽ വിവാഹം അറിയിക്കാൻ ചെറിയ പെൺകുട്ടികൾ പാടുന്നതിൽ വിരോധമില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിനെ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അഥൈനാക്കും എന്ന് പാടിക്കൂടായിരുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഇതെല്ലാം ഈ രൂപത്തിൽ ദുനിയവിയായ കാര്യങ്ങളിൽ ഒരു മനസ്സിനൊരു ഉന്മേഷം, മനസ്സ് മടുക്കുന്ന സന്ദർഭത്തിലോ എന്തെങ്കിലും ജോലി ചെയ്ത് മടുപ്പ് വരുന്ന സന്ദർഭത്തിലോ അല്ലെങ്കിൽ യാത്രക്കിടയിലോ മറ്റോ ഒരാൾ തൻ്റെ ജീവിതത്തിൽ അമിതമാക്കാതെ ചെയ്താൽ കുഴപ്പമില്ല എന്നതാണ് അതിൻ്റെ ശരിയായ രീതി. അതേസമയം സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടെയോ മോശമായ അർത്ഥമുള്ളതോ ആയ ഗാനങ്ങളും പാട്ടുകളും പാടില്ല. അതുപോലെ ഇതൊരു ഇബാദത്തല്ല ഒരിക്കലും. പാട്ടിലൂടെ അള്ളാഹുലേക്ക് അടുക്കാനോ അതൊരു ഇബാദത്തായി കാണാൻ അത് ഗൗരവമാണ്. ബിദ്അത്തിൻ്റെ അവസ്ഥയിലേക്ക് അത് എത്തിച്ചേരും. എന്നാൽ സംഗീതോപകരണങ്ങൾ അത് ഉപയോഗിക്കുക എന്നത് തീർത്തും ഹറാമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കുന്ന സഹീഹായ ഹദീസുകൾ വന്നിരിക്കുന്നു. അപ്പോൾ നോക്കൂ, ഈ പെൺകുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ഇങ്ങനെ ബുആസിലെ കഥകൾ പാടിയെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ കണ്ടപ്പോൾ അവർ മാറ്റി,
നാളെ നടക്കുന്ന കാര്യം അറിയുന്ന ഒരു നബി നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തി. കാരണം നാളെ നടക്കുന്ന കാര്യം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ഗൈബ് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. ആകാശങ്ങളിലോ ഭൂമിയിലോ ഒരാൾക്കും ഗൈബ് അറിയുകയില്ല. അള്ളാഹുവിൻ്റെ നബിയോട് റബ്ബ് പറയാൻ പറഞ്ഞു, വലാ അഅലമുൽ ഗൈബ്, നബിയെ പറയുക, വലാ അഅലമുൽ ഗൈബ്, എനിക്ക് ഗൈബ് അറിയുകയില്ല എന്ന് പറയൂ നബിയെ. നബിയെ പറയൂ, എൻ്റെ പക്കൽ ആകാശങ്ങൾ, എൻ്റെ പക്കൽ ഖജനാവ്, അള്ളാഹുവിൻ്റെ ഖജനാവുകളില്ല. വലാ അഅലമുൽ ഗൈബ്, എനിക്ക് ഗൈബ് അറിയുകയില്ല, ഞാനൊരു മലക്കല്ല എന്ന് ജനങ്ങളോട് പറയൂ നബിയെ. ഇതാണ് ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങളുടെ വിശ്വാസം. അതേസമയം ഷിർക്കിൻ്റെ കക്ഷികളുടെ വിശ്വാസമാണ് അള്ളാഹു അല്ലാത്തവർക്ക് ഗൈബ് അറിയും, നബിമാർക്ക് ഗൈബ് അറിയും, മറഞ്ഞ കാര്യങ്ങൾ, അദൃശ്യ കാര്യങ്ങൾ അറിയും, ഔലിയാക്കൾക്കറിയും. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൽബിലെ കാര്യം ആര് കാണുമെന്നാണ് പറഞ്ഞത്? മുഹീദ്ദീൻ ഷെയ്ഖ് കാണും എന്നാണ് ആളുകൾ വിശ്വസിച്ചത്. അതുപോലെ നോക്കൂ, നബിമാർക്ക് ഗൈബ് അറിയാം എന്നീ ആളുകൾ വിശ്വസിക്കും. അതുകൊണ്ട് പണ്ടൊരു മുസ്ലിയാർ ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞു, എന്ത്? നബിയെ, എനിക്ക് ഗൈബ് അറിയുകയില്ല എന്ന് പറഞ്ഞ ആയത്തിനെ കുറിച്ചൊരു മുസ്ലിയാർ പണ്ട് പറഞ്ഞു. എന്ത്? അതിൻ്റെ അർത്ഥം എന്താ? നബിയെ ഇങ്ങനെ പറയുക, എനിക്ക് ഗൈബ് അറിയാം, പക്ഷെ നിങ്ങളോട് ഞാനത് പറയുകയില്ല. എനിക്ക് ഗൈബ് അറിയാം, പക്ഷെ നിങ്ങളോട് ഞാനത് പറയുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ആയത്തിൻ്റെ ബാക്കി എന്താണ്? അതിനൊക്കെ അതേ അർത്ഥം വരണ്ടേ? ഞാനൊരു മലക്കാണ്, പക്ഷെ നിങ്ങളോട് ഞാനത് പറയില്ല. എൻ്റെ പക്കൽ അള്ളാഹുവിൻ്റെ ഖജനാവുകളുണ്ട്, പക്ഷേ ഞാൻ നിങ്ങളോടത് പറയില്ല. മാറ്റി പറഞ്ഞാൽ അങ്ങനെ മാറ്റി പറയേണ്ടി വരും. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച് എനിക്ക് ഗൈബ് അറിയുകയില്ല. മാത്രമല്ല അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് എന്താണ്? വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനി യസ്സൂ. എനിക്ക് ഗൈബ് അറിയാമായിരുന്നുവെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, എനിക്കൊരുപാട് ഖൈറുകൾ കിട്ടിയേനെ, എനിക്കൊരു പ്രയാസം ഒരിക്കലും ബാധിക്കുമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് പ്രയാസങ്ങൾ ബാധിച്ചത്, നബിയുടെ സഹാബത്തിന് പ്രയാസങ്ങൾ ബാധിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുന്നിൽ നബിയുടെ മജ്ലിസിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കളവ് പറഞ്ഞ് നബിയുടെ പ്രിയപ്പെട്ട സഹാബത്തിനെ കൊണ്ടുപോയി വഞ്ചിച്ച് കൊന്നുകളഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെൺകുട്ടികളെ തിരുത്തി പറഞ്ഞത്. എന്തു പറഞ്ഞത്? ആ പഴയത് പാടിക്കോളൂ എന്ന്. അത് ഈ ബുആസിലെ സംഭവങ്ങളായിരുന്നു എന്നാണ്. ബുആസ് അവിടെ ഔസും ഖസ്റജും തമ്മിൽ നടന്ന കൊടിയ യുദ്ധമായിരുന്നു. ഈ യുദ്ധത്തിന് ശേഷം അവരിലെ ബുദ്ധിയുള്ളവർക്ക് തന്നെ ഖേദം തോന്നുന്ന രൂപത്തിൽ വലിയ നാശം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കിടയിലുണ്ടായി. ഇതിൽ ഈ യഹൂദികൾ കക്ഷി ചേർന്നിരുന്നു. ഔസിൻ്റെ ഹലീഫ്, അവരുടെ സഖ്യകക്ഷി ആരായിരുന്നു? നേരത്തെ പറഞ്ഞത് ബനു ഖുറൈള. ബനു നദീറും ബനു ഖൈനുഖാവും ഖസറജിൻ്റേതായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ 2 ഗോത്രങ്ങളിലൊന്നിനെ നേരിടുന്ന സന്ദർഭത്തിൽ അവരെ കൊല ചെയ്യരുത്, അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തരുത്, മറിച്ച് അവരെ പോകാൻ അനുവദിക്കുക എന്നത് നബിയോട് ഖസറജ് ഗോത്രക്കാരായ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചിലർ ശുപാർശ പറഞ്ഞു. കാരണം അവർ നമ്മുടെ സഖ്യകക്ഷികളായ ആളുകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയാണ് അവരോട് പെരുമാറിയത്. പിന്നീട് അവസാനം സുബ്ഹാനല്ലാഹ് ബനു ഖുറൈദുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിലേർപ്പെട്ടു. ബനു ഖുറൈള ഈ ഗോത്രങ്ങളിൽ മുസ്ലിമീങ്ങളുടെ ഏറ്റവും കൊടിയ ചതി കാണിച്ച കൂട്ടരായിരുന്നു ബനു ഖുറൈള. മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും പ്രയാസമുണ്ടാക്കിയവർ. കാരണം വലിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അഹ്സാബ് യുദ്ധത്തിൻ്റെ, ഖന്തഖ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ മുശ്രിക്കുകൾ ഒന്നാകെ മദീന വളഞ്ഞ സന്ദർഭത്തിൽ പിന്നിൽ നിന്ന് കരാർ പിൻവലിച്ച മുസ്ലിമീങ്ങളെ വഞ്ചിച്ചവരാണ് ബനു ഖുറൈള. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്തഖ് കഴിഞ്ഞ് വന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു ബനു ഖുറൈളയിലേക്ക് ചെല്ലാൻ. നബി വാളുകൾ കഴുകിക്കൊണ്ടിരിക്കുക ജിബ്രീൽ വന്ന് പറഞ്ഞു എന്നാണ്, ഞങ്ങൾ ആയുധം താഴെ വെച്ചിട്ടില്ല, ബനു ഖുറൈളയിലേക്ക് പോകണമെന്ന്. അങ്ങനെ ബനു ഖുറൈളയെ കീഴടക്കി അവരെ എന്തു ചെയ്യണം എന്ന തീരുമാനം എടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ തീരുമാനം ആര് പറയും? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയും. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? കാരണം സഅദ് ഇബ്നു മുആദ് ഔസ് ഗോത്രത്തിൻ്റെ നേതാവാണ്.
ഔസ് ഗോത്രമാണ് ഇവരുടെ ഹലീഫ്. ബനു ഖുറൈലക്കാരുടെ സഖ്യകക്ഷി ഔസ് ഗോത്രമാണ്. ഔസ് ഗോത്രത്തിൻ്റെ നേതാവാരാണ്? സഅദ് ബിൻ മുആദ്. നേരത്തെ ബനു നദീർ, ബനു ഖൈനുഖ ഗോത്രങ്ങളുടെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ അഭിപ്രായം കേട്ടിരുന്നു? ഖസറജ് ഗോത്രക്കാരുടെ അഭിപ്രായം കേട്ടിരുന്നു. ഇവരെ കൊലപ്പെടുത്തരുത്, വധശിക്ഷ നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. ബനു ഖുറൈദക്കാരുടെ കാര്യത്തിൽ അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സഅദ് ബിൻ മുആദിനെ കൊണ്ടുവരാൻ. സഅദ് പരിക്കേറ്റ് മസ്ജിദിൽ ചികിത്സയിൽ കഴിയുകയാണ്, ഖന്തഖിൽ പരിക്കേറ്റ്. പക്ഷേ സഅദ് ആ പരിക്കേറ്റ സന്ദർഭത്തിൽ ബനു ഖുറൈളക്കാരുടെ ചതി മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു എന്നാണ്. റബ്ബേ, അവരുടെ കാര്യത്തിൽ തീരുമാനമാകുന്നതിന് മുമ്പ് നീ എന്നെ മരിപ്പിക്കരുതേ. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു അതുവരെ ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദിനെ കൊണ്ടുവരാൻ പറഞ്ഞു. സഅദ് വാഹനപ്പുറത്ത് കയറി വരികയാണ്. സഅദ് വരുമ്പോൾ നബി പറഞ്ഞു, ഖൂമു ഇലാ സയ്യിദിക്കും, നിങ്ങളുടെ നേതാവിനെ എഴുന്നേറ്റ് ചെന്ന് സ്വീകരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ സഅദ് പോകുമ്പോൾ സഅദിൻ്റെ അഭിപ്രായമാണ് സ്വീകരിക്കുക. അതിനുവേണ്ടി പോകുന്ന സന്ദർഭത്തിൽ ആളുകൾ സഅദിനോട് ശുപാർശ പറഞ്ഞു. ഇതാ ഖസറജ് ഗോത്രക്കാർ അവരുടെ ഹലീഫുകളായ, അവരുടെ സഖ്യകക്ഷികളായ ആളുടെ കാര്യത്തിൽ അനുകൂലമായി നബിയോട് ശുപാർശ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. സഅദ് ആ സമയത്ത് പറഞ്ഞു, ഇതാ സഅദിന് സമയമായിരിക്കുന്നു അള്ളാഹുവിൻ്റെ കാര്യത്തിൽ, അള്ളാഹുവിൻ്റെ ഒരാക്ഷേപകൻ്റെ ആക്ഷേപത്തെയും പേടിക്കാതിരിക്കാൻ സഅദിനുള്ള നേരമാണിത്. അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇനി സഅദിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സഅദ് റളിയല്ലാഹു അൻഹു അവരുടെ കാര്യത്തിൽ അവരിലെ പുരുഷന്മാരെ അവർക്ക് വധശിക്ഷ നൽകാനും അല്ലാത്തവർക്ക് അവരെ ബന്ദികളാക്കാനും തടവുകാരാക്കാനും സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ വിധിച്ചിരിക്കുന്നത് 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ഉള്ള റബ്ബിൻ്റെ വിധിയാണ്, റബ്ബിൻ്റെ വിധിയാണ് വിധിച്ചിരിക്കുന്നത് എന്ന് സഅദിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നോക്കൂ, ഖസറജ് ഗോത്രക്കാർ അവരുടെ ഹലീഫുകളോട് ഇങ്ങനെ പെരുമാറി എന്നതൊന്നും സഅദിന് അവിടെ വിഷയമായിരുന്നില്ല റളിയല്ലാഹു അൻഹു. അദ്ദേഹം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി റബ്ബിൻ്റെ ദീനിനോട് യോജിക്കുകയെന്നാണ് ആ വിധിയാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ബനു ഖുറൈദയുടെ കാര്യത്തിൽ നടപ്പിലാക്കി. അതിനുശേഷം അത് സഅദ് റളിയല്ലാഹു അൻഹു വഫാത്താവുകയാണ്. വളരെ ചെറിയ പ്രായമായിരുന്നു എന്നാണ്, 30-നും 35-നും ഇടയിൽ ആ പ്രായമായിരുന്നു സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. അതിനേക്കാൾ എത്രയോ ചെറിയ പ്രായത്തിൽ ഈ വലിയ ഗോത്രത്തിൻ്റെ, ഔസ് ഗോത്രത്തിൻ്റെ നേതാവായിരുന്നു സഅദ് ബിൻ മുആദ്. അദ്ദേഹം മരണപ്പെട്ടപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റബ്ബിൻ്റെ അർശ് കുലുങ്ങിയിരിക്കുന്നു, അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങിയിരിക്കുന്നു, അത് വിറച്ചിരിക്കുന്നു സഅദിൻ്റെ മരണം കൊണ്ട്. അർശ് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ്, അത് സഅദിൻ്റെ മരണത്താൽ വിറക്കാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ചു. അതുപോലെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലേക്ക് ഒരിക്കൽ ഒരു വളരെ മിനുസമാർന്ന പട്ടിൻ്റെ തുണികൾ കൊണ്ടുവന്നു. അപ്പോൾ ആളുകൾ അത് കണ്ട ആളുകൾക്ക് അത്ഭുതം തോന്നി. കാരണം അത് അത്രമാത്രം മിനുസമുള്ളതും അത്ര നിലവാരമുള്ളതുമായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞു, ലമനാദീലു സഅദിൻ ഫിൽ ജന്ന, സഅദിന് സ്വർഗത്തിൽ അള്ളാഹു നൽകുന്ന മിന്ദീലുകൾ, മിന്ദീൽ എന്താ, ചീഫുകൾ, സഅദിൻ്റെ സ്വർഗത്തിലെ മിന്ദീലുകൾ ഇതിനേക്കാൾ മിനുസമുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അത്രയും ശ്രേഷ്ഠനായ സഹാബിയാണ് സഅദ് ഇബ്നു മുആദ്. 2 സഅദുമാരാണ് 2 ഗോത്രങ്ങളുടെ നേതാക്കന്മാർ. ഔസിൻ്റെ നേതാവ് സഅദ് ഇബ്നു മുആദ്, ഖസ്റജിൻ്റെ നേതാവ് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു. ഈ 2 പേരാണ് 2 അറബ് ഗോത്രങ്ങളുടെ, മദീനയിലെ 2 അറബ് ഗോത്രങ്ങളുടെ നേതാക്കന്മാർ, സ്വാഭാവികമായി അൻസാറുകളുടെ നേതാക്കന്മാർ. അപ്പോൾ നോക്കൂ, ഇങ്ങനെ യഹൂദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഔസിൻ്റെയും ഖസറജിൻ്റെയും കൂടെ ചേർന്ന് അവർ തമ്മിൽ, ഈ അറബികൾ, മുശ്രിക്കുകളായ അറബികൾ തമ്മിൽ ഉണ്ടായിരുന്ന യുദ്ധങ്ങളിലൊക്കെ പങ്കുചേർന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സന്ദർഭത്തിൽ സംഭവിച്ചത് എന്താണ്? ഔസും ഖസറജും തമ്മിൽ ഇത്രയും കൊടിയ ശത്രുക്കളായിരുന്ന ആളുകൾ തമ്മിൽ ഈമാനിൻ്റെ പേരിൽ അവർ ഒന്നിച്ചു. അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ഗോത്രങ്ങളുടെ പേരിലുള്ള തഅസ്സുബ്, അതിൻ്റെ പേരിലുള്ള തഹസ്സുബ്, ആ കക്ഷി വഴക്കുകളും അവർ തമ്മിലുള്ള വിരോധവുമെല്ലാം ഇസ്ലാമിൻ്റെ പേരിൽ അവർ വലിച്ചെറിഞ്ഞു.
അതാണ് അള്ളാഹു പറഞ്ഞത്, വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാരി ഫഅൻഖദകും മിൻഹാ. നിങ്ങൾ നരകക്കുഴിയുടെ വക്കിലായിരുന്നു, അള്ളാഹു നിങ്ങളെ രക്ഷിച്ചു. അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ കൂട്ടിയിണക്കി. വഅല്ലഫ ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ അള്ളാഹു കോർത്തിണക്കി. നബിയെ, അങ്ങ് ഭൂമിയിലുള്ളത് മുഴുവൻ ചെലവഴിച്ചാലും അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടാക്കാൻ അങ്ങേക്ക് സാധിക്കുമായിരുന്നില്ല. അവർ ഇസ്ലാമിൻ്റെ പേരിൽ സഹോദരങ്ങളായി തീർന്നു. അവരുടെ എല്ലാ വിരോധങ്ങളും നീങ്ങി. ഈ രണ്ട് കക്ഷികൾക്കിടയിൽ അതുകൊണ്ട് കുഴപ്പമുണ്ടാക്കാൻ യഹൂദികൾ ശ്രമിച്ചിരുന്നു. മുഹാജിറുകൾക്കും അൻസാറുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ അവർ പഴയത് പൊക്കിക്കൊണ്ടുവന്ന് അവർ ശ്രമിക്കാറുണ്ടായിരുന്നതാണ് ആ പ്രശ്നം ഉണ്ടാക്കാൻ. പക്ഷേ ഇസ്ലാം അവരെ യോജിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ നോക്കൂ, ഇങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപ്പെടുത്തുമായിരുന്നു. അവരവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുമായിരുന്നു. എന്നിട്ട് അവരിൽ ചിലർ മറ്റു ചിലർക്കെതിരിൽ ശത്രുതാപരമായി സഹായിക്കുമായിരുന്നു. വയഅ്തൂക്കും ഉസാറ, എന്നിട്ട് അവർ നിങ്ങളിലേക്ക് വന്നാൽ, ഉസാറ എന്ന് പറഞ്ഞാൽ ബന്ദികളായി, തടവുകാരായി വന്നാൽ. അസീർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അസീർ, തടവുകാരൻ. വയുത്ഇമൂന അത്അാമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. മുഅ്മിനീങ്ങൾ അവർ ഭക്ഷണം നൽകും, ഭക്ഷണത്തോട് അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കുക. മിസ്കീനന്, യതീമിന്, വഅസീറ. അസീറ ആരാണ്? തടവുകാർ. അവിടെ ആ ആയത്തിൽ ശ്രദ്ധിക്കുക, ഈ ആയത്തിറക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളുടെ പക്കൽ തടവുകാരായി ഉണ്ടായിരുന്നത് ആരാണ്? മുശ്രിക്കുകളാണ്. അവർക്ക് ഭക്ഷണം നൽകുക പുണ്യകരമാണ് എന്നതിന് തെളിവ് ഈ ആയത്തിലുണ്ട്. ഭക്ഷണം നൽകുന്നതിൽ ഒരാൾ ദീൻ പരിഗണിക്കാതെ ഭക്ഷണം നൽകുക എന്നത് അതും പുണ്യകരമായ കാര്യമാണ്. മുസ്ലിമീങ്ങൾക്ക് നൽകുന്നത് പുണ്യകരമാണ്. അതുപോലെ മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് നൽകുന്നതിലും പുണ്യമുണ്ട്. അപ്പോൾ നോക്കൂ, അസീർ എന്ന് പറഞ്ഞാൽ തടവുകാരൻ. വയഅ്തൂക്കും ഉസാറ, അവർ തടവുകാരായി നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ തുഫാദൂഹും, നിങ്ങൾ അവരെ മോചിപ്പിക്കും. വഹുവ മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും, യഥാർത്ഥത്തിൽ അവരെ പുറത്താക്കുക എന്നത് നിങ്ങൾക്ക് ഹറാമായിരുന്നു. എന്താണ് ഈ ഖൗമ് ചെയ്യാറുണ്ടായിരുന്നത്? അതായത് തൗറാത്തിൽ അവർ അള്ളാഹു അവർക്ക് വിധിച്ച മറ്റൊരു നിയമമായിരുന്നു, ഒരു ഇസ്രായേലി മറ്റൊരു ഇസ്രായേലിയെ, ഒരു യഹൂദി മറ്റൊരു യഹൂദിയെ തടവുകാരനായി കണ്ടാൽ അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് ഇവരെ മോചിപ്പിക്കണം. ഇവന് മോചനദ്രവ്യവും മറ്റോ കൊടുത്ത് അവരെ മോചിപ്പിച്ചിരിക്കണം. അത് നിർബന്ധമാണ്. ഈ ആളുകൾ യുദ്ധം ചെയ്യും, എന്നിട്ട് അവരെ തടവിലാക്കും, വീട്ടിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ തടവിലായി കഴിഞ്ഞാൽ അവസാനം നമ്മൾ കിതാബിലുണ്ടല്ലോ മോചിപ്പിക്കണമെന്ന്, ഇതിന് മോചിപ്പിക്കും. യഥാർത്ഥത്തിൽ അതിനു മുമ്പേ യുദ്ധം ചെയ്യരുത്, കൊല്ലരുത്, വീട്ടിൽ നിന്ന് പുറത്താക്കരുത്, നാട്ടിൽ നിന്ന് പുറത്താക്കരുത് എന്നത് കിതാബിലുണ്ട്. അത് സ്വീകരിക്കാതെയാണ് ഇത് ചെയ്യുന്നത്. അതാണ് അള്ളാഹു ചോദിച്ചത്, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. ഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ്, കിതാബിൽ അല്പം നിങ്ങൾ വിശ്വസിക്കുക, വതക്ഫുറൂന ബിബഅദ്, മറ്റൊരു ഭാഗം നിങ്ങൾ നിഷേധിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണോ നിങ്ങൾ നിങ്ങളുടെ കിതാബിൽ ചിലത് വിശ്വസിക്കുകയും ചിലതിൽ അവിശ്വസിക്കുകയും ചെയ്യുകയാണോ? യഥാർത്ഥത്തിൽ ഇത് രണ്ടും, അവരെ കൊല്ലുന്നത് ഹറാമാണ്, അതുപോലെ പുറത്താക്കുന്നത് ഹറാമാണ്. നിങ്ങൾ അവരെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞ അതേ കിതാബിനാണ് അള്ളാഹു ഇതും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവരുടെ ഈ വിചിത്ര സ്വഭാവങ്ങളുടെ അതിൻ്റെ ഭാഗമാണ് പരസ്പരം ചേരിതിരിഞ്ഞ് കൊലപാതകം നടത്തും, പുറത്താക്കും, നാട്ടിൽ നിന്ന് പുറത്താക്കും. എന്നിട്ടോ പിന്നെ അടിമകളായി വന്നാൽ ഇവരെ മോചിപ്പിക്കണം, നമ്മൾ കിതാബിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് മോചിപ്പിക്കുകയും ചെയ്യും. فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب. فما جزاء, പ്രതിഫലമല്ല, മൻ യഫ്അലു ദാലിക, ആരാണോ അത് ചെയ്യുന്നത്, മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ അത് ചെയ്യുന്നത്, അവൻ്റെ പ്രതിഫലമല്ല, ഇല്ലാ ഖിസ്യുൻ, അപമാനമല്ലാതെ, നിന്ദ്യതയല്ലാതെ. അവൻ അള്ളാഹു നൽകുന്ന പ്രതിഫലം അത് ഖിസ്യാണ്, അപമാനമാണ്. ഫിൽ ഹയാത്തി ദുനിയ, ഈ ലോക ജീവിതത്തിൽ. അഥവാ കിതാബിൽ ചിലത് വിശ്വസിക്കുക, അവരവരിഷ്ടമുള്ളത് മാത്രം എടുക്കുക, അല്ലാത്തത് തള്ളിക്കളയുക, അതിനുള്ള പ്രതിഫലം ദുനിയാവിലെ ഖിസ്യാണ്.
വയൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാകട്ടെ, യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്, യുറദ്ദൂൻ അവർ തള്ളപ്പെടുന്നതാണ്, ഇലാ അശദ്ദിൽ അദാബ് ഏറ്റവും കടുത്ത ശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടുകയും ചെയ്യും. അപ്പോൾ നോക്കൂ, ഇത് മുസ്ലിമീങ്ങളായ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരാൾക്ക് അവനവനിഷ്ടമുള്ളത് മാത്രം അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് എടുക്കുക, അല്ലാത്തത് തള്ളിക്കളയുക എന്നത് പാടില്ലാത്തതാണ്. തിന്മകൾ ഒരാൾക്ക് സംഭവിക്കും, അതേക്കുറിച്ചല്ല ഈ പറയുന്നത്. കാരണം തിന്മ സംഭവിക്കുന്നവനൊക്കെ ആ തിന്മയല്ല എന്ന് പറയുന്നവരല്ല. തിന്മ സംഭവിക്കുന്ന തിന്മയാണെന്ന് അംഗീകരിക്കുന്നവർ എന്തല്ല, ആ കിതാബ് തള്ളിക്കളഞ്ഞത് കൊണ്ടല്ല അവനത് ചെയ്യുന്നത്, മറിച്ച് അവന് പൈശാചിക പ്രേരണ കൊണ്ട് അത് സംഭവിച്ചു പോകുന്നതാണ്. അവൻ തൗബ ചെയ്യണം, തിരുത്തണം. പക്ഷെ അതല്ലാതെ ചില ആളുകൾ ചെയ്യുന്നത് പോലെ അള്ളാഹുവിൻ്റെ ദീനിൽ അവരവർക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുക്കുക, അല്ലാത്തത് തള്ളിക്കളയുക, അതിന് ദുർന്യായങ്ങൾ ചമക്കുക ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. മറിച്ച് മുസ്ലിമീങ്ങളുടെ ബാധ്യത പൂർണ്ണമായ തസ്ലീമാണ്. അള്ളാഹു കൽപ്പിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പൂർണ്ണമായി സത്യമാണെന്ന് അംഗീകരിക്കുക, അതിന് കീഴൊതുങ്ങുകയും ചെയ്യുക എന്നതാണ് ഏതൊരാളും ചെയ്യേണ്ടത്. അഥവാ അവൻ്റെ താല്പര്യങ്ങൾക്ക് എതിരാണ് എങ്കിലും നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കൂ, വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. വമല്ലാഹു ബിഗാഫിലിൻ, അള്ളാഹു അശ്രദ്ധനല്ല, അമ്മാ തഅമലൂൻ നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, റബ്ബ് അശ്രദ്ധനല്ല നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച്. ഇവിടെ റബ്ബിനെക്കുറിച്ചൊരു കാര്യം ഇല്ല എന്ന് പറയുകയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ ഉള്ള ഒരു നിയമമാണ്, അള്ളാഹുവിനെ കുറിച്ചൊരു കാര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്തർത്ഥമുണ്ട്? അതിൻ്റെ നേർ വിപരീതമായ കാര്യം പരിപൂർണമായ അർത്ഥത്തിൽ ഉള്ളവനാണ് അള്ളാഹു. അഥവാ അള്ളാഹു പരിപൂർണമായി അറിയുന്നവനാണ്. പൂർണ്ണമായി ഒന്നുപോലും അവൻ വിട്ടുപോകുന്നില്ല, അവൻ കാണാതെ പോകുന്നില്ല, മറിച്ച് അവൻ പൂർണ്ണമായി അറിയുന്നു നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇതിൽ മുഅ്മിനീങ്ങളായ ആളുകൾ, നന്മ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ആശ്വാസം ഇതിലുണ്ട്, വാഗ്ദാനം ഇതിലുണ്ട്. തിന്മ ചെയ്യുന്ന ആളുകൾക്കാകട്ടെ അതിൽ താക്കീതുണ്ട്. അള്ളാഹു നിങ്ങൾ ചെയ്യുന്നത് കാണാതെ പോകുന്നില്ല, അവൻ അശ്രദ്ധനല്ല. നിൻ്റെ അള്ളാഹു റബ്ബുൽ ആലമീൻ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് പിടിക്കാതിരിക്കുന്നത് ഒരിക്കലും അതുകൊണ്ട് നീ വഞ്ചിതനായി പോകരുത്. അള്ളാഹുവിൻ്റെ ശിക്ഷ എന്താണ്? ഞാൻ ഇന്ന് മുഴുവൻ ഈ തിന്മ ചെയ്തിട്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ഞാൻ ആഫിയത്തോടെ കിടന്നുറങ്ങുന്നുണ്ടല്ലോ, എൻ്റെ മക്കൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, എൻ്റെ സമ്പത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. ഒരിക്കലും നീ അതിൽ വഞ്ചിതനാകരുത്. മറിച്ച് അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകിയ ഇളവാണത്, അവൻ നൽകിയ സമയമാണത്. പക്ഷേ പിടിക്കപ്പെട്ടാൽ കടുത്ത പിടുത്തമായിരിക്കും. റബ്ബ് വീണ്ടും 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 സമയം നീട്ടിത്തരും. പക്ഷെ അവൻ പിടിച്ചാൽ അത് കടുത്ത പിടുത്തമായിരിക്കും. ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ കാലത്ത്, അലി ഇബ്നു അബി ത്വാലിബിൻ്റെ കാലത്തെന്നും ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഒരു കള്ളനെ ശിക്ഷ നടപ്പിലാക്കാൻ കൊണ്ടുവന്നു. അയാൾ പറഞ്ഞു, ചെയ്യരുത്, എന്നെ ശിക്ഷിക്കരുത്, ഞാൻ ആദ്യമായിട്ട് എടുത്തതാണ്. അപ്പോൾ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലെങ്കിൽ അലി, രണ്ട് രൂപത്തിനും റിവായത്തിന് വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞു. എന്താണ്? കളവാണ് നീ പറഞ്ഞത്. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു തവണ പൊതുവെ ഇങ്ങനെ സംഭവിച്ച ഒരാളെ പിടികൂടാൻ നിശ്ചയിക്കുകയില്ല, അവനെ പിടിക്കപ്പെടുകയില്ല, മറിച്ച് റബ്ബ് സമയം നീട്ടി കൊടുക്കുന്നവരാണ്. നീ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടാണ് നീ പിടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു എന്നാണ്. സുബ്ഹാനല്ലാഹ്, അതിൽ വലിയ പാഠമുണ്ട്. എന്താണത്? അതായത് തിന്മകൾ ഒരു തവണ ചെയ്തു, 2 തവണ ചെയ്തു, 3 തവണ ചെയ്തു, അതിന് ശിക്ഷ വരാത്തത് കൊണ്ട് നീ അതിൽ വഞ്ചിക്കപ്പെട്ടു പോകരുത്. അള്ളാഹു പിടിച്ചാൽ, അവൻ്റെ ശിക്ഷ വന്നാൽ അത് കടുത്തതായിരിക്കും, രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്ത അല്ലാഹ യുഅ്തിൽ അബ്ദ അലാ മഅസിഹി മാ യുഹിബ് ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്. ഒരാൾക്ക് തിന്മകൾ ചെയ്യുന്നേന അള്ളാഹു നന്മകൾ, അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത് നീ കണ്ടാൽ നീ മനസ്സിലാക്കുക, ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്, അള്ളാഹു അവനെ പടിപടിയായി പിടികൂടുകയാണ്, പെട്ടെന്ന് പിടിക്കും. പിടിച്ചാൽ പിന്നെ അവന് രക്ഷപ്പെട്ടോടാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ അക്കാര്യം ശ്രദ്ധിക്കുക. അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിയ അല്ലാതെ വേറെ വഴിയില്ല. നോക്കൂ അടുത്ത ആയത്ത്, ഉലൈക അല്ലദീന ഇശ്തറൗൽ ഹയാത അദ്ദുനിയ ബിൽ ആഖിറ ഫലാ യുഖഫഫു അൻഹുമുൽ അദാബ് വലാ ഹും യുൻസറൂൻ. ഉലൈക അവർ, അല്ലദീന അവരെങ്ങനെയുള്ള കൂട്ടരാണ്, ഇശ്തറൗൽ ഹയാത അദ്ദുനിയ ദുനിയാവിലെ ജീവിതം വിലക്ക് വാങ്ങിയവരാണ്, ബിൽ ആഖിറ പരലോകം കൊടുത്തിട്ട്. അവരുടെ കണ്ണിൽ
ദുനിയാവാണ് വിലക്ക് വാങ്ങേണ്ട വിലപ്പെട്ട മുതലെന്ന് പറയുന്നത്. അവരുടെ കാഴ്ചയിൽ, അവരുടെ കണ്ണിൽ പരലോകം അത് വിറ്റുകളയാനുള്ള, ഒഴിവാക്കേണ്ട കാര്യം മാത്രമാണ്. അതിനവർ വില നൽകിയിട്ടില്ല. ഉലൈക അല്ലദീന ഇശ്തറഉൽ ഹയാത ദുനിയ ബിൽ ആഖിറ, പരലോകം കൊടുത്തിട്ട് ദുനിയാവ് വാങ്ങിയവരാണവർ. ഫലാ യുഖഫഫു അൻഹുമുൽ അദാബ്, ഫലാ യുഖഫഫ്, അതുകൊണ്ട് ഒരു തഖ്ഫീഫ്, ഒരു ഇളവ് നൽകപ്പെടുകയില്ല. അൻഹും, അവർക്ക് അൽ അദാബു, ശിക്ഷയിൽ യാതൊരു ഇളവും നൽകപ്പെടുകയില്ല. വലാഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുകയുമില്ല. സുബ്ഹാനല്ലാഹ്. പണ്ഡിതന്മാർ നരകാവകാശികൾ അള്ളാഹുവിനോട് വിലപിക്കുന്ന, മലായിക്കത്തിനോട് വിലപിക്കുന്ന ഒരായത്ത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ളതായി ഓർമ്മപ്പെടുത്തിയത് കാണാം. അവർ പറയും, റബ്ബിനോട് പറയാൻ, എന്ത്? യുഖഫിഫ് അന്ന യൗമൻ മിനൽ അദാബ്, യുഖഫിഫ് അന്ന യൗമൻ മിനൽ അദാബ്, അള്ളാഹുവെ ഞങ്ങൾക്ക് ഇളവ് നൽകണമേ. യൗമൻ, ഒരു ദിവസം, മിനൽ അദാബ്, ശിക്ഷയിൽ നിന്ന്. നോക്കാ വിലാപം എത്രമാത്രം ഗൗരവമുള്ളതാണ്. നരകത്തിൽ നിന്ന് പുറത്താക്കണേ എന്നല്ല പറയുന്നത്, പിന്നെയോ ഇളവ് നൽകണമെന്നാണ് പറയുന്നത്. എല്ലാ കാലത്തേക്കുമല്ല, യൗമൻ മിനൽ അദാബ്, ഒരു ദിവസമെങ്കിലും ഇളവ് നൽകണേ എന്ന് ചോദിക്കണമെങ്കിൽ എന്തായിരിക്കും ആ പ്രയാസമെന്ന് ആലോചിച്ച് നോക്കും. എന്തായിരിക്കും അത്? ഒരു ദിവസം ഇളവ് നൽകാൻ ചോദിക്കണമെങ്കിൽ എത്ര കടുത്ത ശിക്ഷയായിരിക്കും. കാലാകാലമല്ല, അവിടുന്ന് പുറത്താക്കാനല്ല, ഒരു ദിവസം ഇളവ് നൽകണേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക? നരകത്തെക്കുറിച്ചുള്ള ആയത്തുകളിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ആയത്ത് എന്ന് മുൻഗാമികളിൽ ചിലർ പറഞ്ഞത് കാണാം. ഫദൂഖൂ ഫലൻ നസീദക്കും ഇല്ലാ അദാബ, നിങ്ങൾ അനുഭവിച്ചോളൂ, നിങ്ങൾക്ക് ശിക്ഷയല്ലാതെ നാം കൂട്ടിത്തരികയില്ല എന്ന് പറഞ്ഞാൽ അവിടെ സമയം കഴിയുന്നതാണ്, ദിവസങ്ങൾ നീങ്ങുന്നതാണ്, നരകത്തിലെ ശിക്ഷയുടെ കടുപ്പം കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. നഊദു ബില്ലാഹ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗീയ അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്, നേരെ തിരിച്ചാണ്. അവിടെയുള്ള സുഖങ്ങൾ എപ്പോഴും മജീദിലാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും കുറഞ്ഞു പോവുകയില്ല. സ്വർഗവാസികൾ അവർ വെള്ളിയാഴ്ചകളിലെ അള്ളാഹു അവർക്ക് നിശ്ചയിച്ച വെള്ളിയാഴ്ചയിൽ അങ്ങാടിയിൽ പോയി തിരിച്ചു വന്ന് അവരുടെ വീട്ടുകാരെ കാണുമ്പോൾ എന്താണ് അവർ പറയുന്നത്? ഞങ്ങൾ പോയി പോകുമ്പോൾ ഉള്ളതിനേക്കാൾ നിങ്ങൾക്ക് ഭംഗി വർദ്ധിച്ചിരിക്കുന്നു, സൗന്ദര്യം വർദ്ധിച്ചിരിക്കുന്നു. അവർ തിരിച്ചു പറയും, അള്ളാഹുവാണ് നിങ്ങൾക്കും അതെ, പോയതുപോലെയല്ല തിരിച്ചു വന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. വലാ യബ്ഗൂന അൻഹാ ഹിവല, അവിടെ നിന്ന് മാറിപ്പോകാൻ ഒരിക്കലും തോന്നുകയില്ല. ഈ ദുനിയാവിൽ ഒരാൾ എത്ര ഭംഗിയുള്ള ഒരു വീട്ടിൽ താമസിച്ചാലും, എത്ര സൗകര്യമുള്ള നാട്ടിൽ താമസിച്ചാലും അയാൾക്ക് ഇടയ്ക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ തോന്നും, ഒന്ന് മാറാൻ തോന്നും. എത്ര സൗകര്യത്തിൽ ഒരാൾ കഴിഞ്ഞാലും അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് പറയും, വലാ യബ്ഗൂന അൻഹാ ഹിവല, അവിടെ നിന്നൊന്ന് മാറാൻ ഒരിക്കലും അവർക്ക് തോന്നുകയില്ല. ഇവിടുന്നൊരു മാറ്റം വേണം എന്ന് തോന്നുകയില്ല. കാരണം ദിനേന അവിടെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴെല്ലാം ഖൈറു മാത്രമാണ് അവർക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നരകത്തിലാകട്ടെ നേരെ തിരിച്ചാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.